LG എന്ന ബ്രാൻഡിൻ്റെ 32LM565BPTA എന്ന മോഡൽ ടി വിയാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ കാണാം മാർക്ക് ചെയ്ത പോർഷനിലുള്ള ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലൈറ്റ് കളറിലെല്ലാം ഒരു വയലറ്റ് കളറും അതുപോലെ പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ആളുകളുടെ ഫേസൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി പാനലിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഈ ഒരു കംപ്ലയിൻ്റൊപ്പം തന്നെ സ്ക്രീനിൽ ചെറിയൊരു ഫ്ലിക്കറിങ് കൂടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇതൊന്ന് വ്യക്തമാവുമെന്ന് അറിയില്ല, എങ്കിലും ആ ഒരു കംപ്ലയിൻറ്റ് കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ അതോ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. LGയുടെ ഈ മോഡലിൽ സ്ക്രൂ റിമൂവ് ചെയ്താലും അതിൻ്റെ ബാക്കർ നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലോക്കുകളുണ്ട്. അപ്പോൾ സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ നാരോ ആയിട്ടുള്ള ഓപ്പണർ ഉപയോഗിച്ച് വേണം അതിൻ്റെ ബാക്കർ റിമൂവ് ചെയ്യാൻ. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം പ്ലാസ്റ്റിക് അതിന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള റിമൂവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബാക്കർ റിമൂവ് ചെയ്യുന്നത്. കുറച്ചധികം പഴക്കമുള്ള ടി വികളിൽ ഇതിൻ്റെ മദർ ബോർഡിൽ നിന്നും പാനലായിട്ടുള്ള LVDS കേബിളിൽ ഈ കൊറോഷനും അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ വരുമ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഇതുപോലെ ആയിരിക്കില്ല, എങ്കിലും ഈ ഏകദേശം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ചില ഇഷ്യൂകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം LVDS കേബിളെല്ലാം ക്ലീനാണ്. അതായത് രണ്ട് സൈഡും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വളരെ നീറ്റാണ്, ഫംഗസ് ഒന്നുമില്ല. ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് ആ കളർ വരുന്ന കംപ്ലയിൻറ്റ് നമുക്ക് റിപ്പയർ ചെയ്ത് സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തൊരു ഫ്ലിക്കറിങ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അത് കുറച്ചധികം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് കംപ്ലയിൻ്റ് ആവും എന്ന ഒരു കാര്യമുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ LG ഉപയോഗിക്കുന്നത് BOE എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് BOE അതുപോലെ LG ആണെന്ന്. ഇവിടെ LGയുടെ ടിവിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് BOE എന്ന പാനലാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ അവർ ആ പ്രൈസ് കട്ടിങ്ങിനാണ്. സ്വന്തം ബ്രാൻഡിൽ തന്നെ അവർ വേറൊരു പാനൽ ഉപയോഗിക്കേണ്ട മെയിൻ റീസൺ പ്രൈസ് കട്ടിംഗ് ആണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാംസങ്ങിൽ അവർ PT പാനൽ ഉപയോഗിക്കുന്നതിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് അവർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രൈസ് കട്ടിങ്ങിന് വേണ്ടി വേറൊരു കമ്പനിയുടെ പാനൽ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന BOEയുടെ പാനൽ എന്ന് വെച്ചാൽ ടീകോം ബോർഡ് സെപ്പറേറ്റ് വരുന്നതാണ്. ഇവിടെ ഉള്ള പാനൽ എന്ന് വെച്ചാൽ ടീകോം ബോർഡ് സ്കെയിലർ ബോർഡിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്ന പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, BOE തന്നെ. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഫ്രെയിമെല്ലാം റിമൂവ് ചെയ്ത് പുതിയ ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് LGയുടെയും അതുപോലെ BOEയുടെയും പാനൽ കുറച്ചുകൂടെ ബെറ്ററാണ്. 32 സീരീസിൽ കുറച്ച് HD സീരീസിലെല്ലാം നല്ല ഡിസ്പ്ലേ വരുന്നത് BOE LG എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾറെഡി. ഇവിടെ അത് കുറച്ച് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാറുള്ള ടീകോം ബോർഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള BOE പാനലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് LGയുടെ പാനലും യൂസ് ചെയ്യാം, BOE യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് BOE ആണ്. അതായത് ഇതിനകത്ത് ഉണ്ടായിരുന്ന BOE ആയതുകൊണ്ട് നമ്മൾ ആ സെയിം ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ടീകോം ബോർഡ് ഇല്ലാത്ത ഇൻബിൽട്ടായിട്ട് സ്കെയിലർ ബോർഡ് തന്നെ വരുന്ന പാനലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ടീകോം ബോർഡ് വരുന്ന പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇതിനകത്ത് ഉണ്ടായിരുന്ന കംപ്ലയിൻ്റ് ആയ പാനലും ഹാർഡ് പാനലാണ്. അതായത് കുറച്ചധികം കട്ടിയുള്ള പാനൽ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് കംപ്ലയിൻറ്റ് വെച്ചാൽ പല കാരണം കൊണ്ട് വരാം. ഇവിടെ രണ്ട് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത്. ആ കളറിൻ്റെ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ബോർഡിലെ റിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആൾറെഡി ഫ്ലിക്കറിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ടും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ BOEയുടെ ടീകോം ബോർഡ് ഉള്ള ഡിസ്പ്ലേ ഇടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പുതിയ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ആ ഒരു പ്രൊട്ടക്റ്റിംഗ് ഫീലിംഗ് നമ്മൾ റിമൂവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഈ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വില കുറഞ്ഞ ടിവിയിലെ സാംസങ് ഡിസ്പ്ലേ ആണ് കൂടുതലും കണ്ടിട്ടുള്ളതെന്നാണ്. അല്ലാതെ സാംസങ്ങിൻ്റെ എല്ലാ ഡിസ്പ്ലേയും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതങ്ങനെയല്ല. ആ സീരീസിൽ അതായത് വില കുറഞ്ഞ ടിവികളിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനലാണ്. അപ്പോൾ അത് കുറച്ചധികം കംപ്ലയിൻസ് ഉള്ള മോഡലുകളാണ്. അപ്പോൾ നമുക്കത് കംപ്ലയിൻ്റ് ആയി വരുന്ന സമയത്ത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നല്ല ഡിസ്പ്ലേ ഉപയോഗിക്കാം. അതിൽ വരുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് BOE LG ആണ്. അതുകൊണ്ടാണ്. അല്ലാതെ സാംസങ് മോശമാണെന്നല്ല. സാംസങ്ങിൻ്റെ 40 അല്ലെങ്കിൽ 43 സീരീസൊക്കെ നല്ല ഡിസ്പ്ലേ ഒരുപാടുണ്ട്. മുമ്പത്തെ LCD ടിവികളിലൊക്കെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന സോണിയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ സാംസങ് ടിവികളാണ്. അപ്പോൾ അതുകൊണ്ട് സാംസങ്ങിൻ്റെ എല്ലാ പാനലുകളും മോശം നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതങ്ങനെയല്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ എല്ലാം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഫ്രെയിമെല്ലാം റീഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ശേഷം നമുക്ക് ആ ടീകോം ബോർഡ് ആ ബോഡി ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ അത് ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. പുതിയ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചില TVകളിൽ അതിൻ്റെ ഫ്രെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്സുകൾ പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാനലിൻ്റെ കോഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിൻ്റെ ഭാഗത്ത് എവിടെ തട്ടുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷനിൽ കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് കളയോ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ കോഫിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും പാർട്സിലോ തട്ടി പാനൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പാനൽ മുമ്പുണ്ടായിരുന്ന പാനലിൻ്റെ കോഫും ഇതും രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്കിവിടെ അങ്ങനെ കട്ടിങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ
അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയണം. അങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്സുകളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് തന്നെ അത് എല്ലാം സീൽ ചെയ്ത് അല്ലെങ്കിൽ ഈ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ടീക്കോൺ ബോർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഒരു വീഡിയോ ഒന്ന് ഇൻപുട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ടീക്കോൺ ബോർഡിലോട്ട് ഡയറക്റ്റ് അതിൻ്റെ മദർ ബോർഡിൽ നിന്നുള്ള LVDs കണക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ കൺവേർഷൻ കേബിളുകളോ ബോർഡുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിക്ചറെല്ലാം ഓക്കെയാണ്. എന്ത് തന്നെയായാലും നമ്മൾ ഒരു TV മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ മാത്രം നമ്മൾ നല്ലതായിട്ട് പറയല്ല. മോശമാണെങ്കിൽ മോശം തന്നെ. ഇവിടെ ഈ TV ഏകദേശം ഒരു 2.5 വർഷമാകുമ്പോൾ തന്നെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലോസ് തന്നെയാണ്. അപ്പോൾ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഡിസ്പ്ലേ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കണം തന്നെയാണ് നമുക്കും ആഗ്രഹം. പക്ഷേ ചില കേസിൽ ഇങ്ങനെ വരാറുണ്ട്. അത് സാംസങ് അല്ലെങ്കിൽ LG സോണിയിലൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് മാറിക്കിട്ടും. വാറണ്ടി ഇല്ലെങ്കിൽ നമ്മളത് ക്യാഷ് പേ ചെയ്തിട്ട് തന്നെ റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഫോർ മണിയാണോ അല്ലെങ്കിൽ അത് കൂടുതൽ ലൈഫ് കിട്ടുന്ന ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് എപ്പോഴും മാറാൻ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ മുമ്പുണ്ടായിരുന്ന ആ പാടുകളെല്ലാം പോയിട്ടുണ്ട്. ആ ഗ്രീനിഷ് ആയിട്ടുള്ള എല്ലാം പോയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.